ഹായ് ഹലോ ഗൈസ്, ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ് അവേ ഫ്രം ഹോം. അപ്പോൾ രാവിലെ അലിക്കുട്ടൻ എണീച്ച് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് നല്ല ഹാപ്പി ആയിട്ടാണ് തുടങ്ങിയത്. ആൾ നല്ല ഉഷാറായിട്ടാണ് എണീച്ചത് കേട്ടോ, പിണക്കമൊന്നും ഇല്ലാണ്ട്. അങ്ങനെ രാവിലെ ബ്രഷിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. തിരുമലുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടിരിക്കണം, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ ജോലി റെഡിയാക്കി വെച്ച് ഫുഡ് ഒരുപാട് ചൂടായിട്ട് കൊടുക്കാനും പാടില്ല. അങ്ങനെ ആദ്യം അല്ലിക്കുട്ടൻ ഓക്കെ ആയി കിടക്കുന്ന സമയത്ത് അവളുടെ ഓയിൽ മസാജ് ഒക്കെ കഴിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ പുള്ളിക്കാരി. അങ്ങനെ പുള്ളിക്കാരിനെ അല്ലിക്കുട്ടനെയൊക്കെ കുളിപ്പിച്ച് അവൾക്ക് വൈറ്റമിൻ ഡി ഒക്കെ കൊടുത്ത്, ഭയങ്കര ഇഷ്ടമാണ് വൈറ്റമിൻ ഡി കൊടുക്കാൻ. കണ്ട അവൾ നല്ലോണം അങ്ങ് ആസ്വദിച്ച് കുടിച്ചോളും. അങ്ങനെ വൈറ്റമിൻ ഡി ഒക്കെ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഗോതമ്പോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. തലേന്ന് വെച്ച സാമ്പാർ തന്നെയായിരുന്നു, വൈകുന്നേരം വെച്ച കാരണം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രിഡ്ജും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നും കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണെങ്കിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ല നൊത്തോലിമീൻ പീര വറ്റിച്ചതും നമ്മുടെ ബ്രിഞ്ചാളൊന്ന് ഉടച്ചെടുത്തതും അതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവല് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാനാണ് കുതിർത്ത് വെച്ചത്. പക്ഷെ കഴിച്ച് ഞങ്ങൾ തന്നെ ഫുള്ള് കഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അലിക്കുട്ടൻ കളി ബഹളം അങ്ങനെയൊക്കെ അങ്ങ് പോയി. പിന്നെ നൈറ്റും ഗോതമ്പ് ദോശയും ചമ്മന്തിയും തന്നെയായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഞങ്ങളൊരു ദിവസം അങ്ങനെ ഷടേന്ന് പോവും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുളിയും തുണി കഴുകലും അല്ലിക്കുട്ടൻ്റെ തുണി കഴുകലും ഒക്കെ നടക്കും. അപ്പോൾ ഉള്ള സൗകര്യത്തിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം ഞങ്ങളിങ്ങനെ മാറി നിന്നതാണ്. അപ്പോൾ ഏതായാലും കർക്കിടക ചികിത്സയൊക്കെ അവസാനിക്കാറായി, വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ മിനി വ്ളോഗ് പോലെ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.